ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസിദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി ജമ്മുകാശ്മീരിൽ എത്തി. ശ്രീനഗറിൽ 1500 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി അല്പസമയത്തിനകം തുടക്കം കുറിക്കും. അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിന് പ്രധാനമന്ത്രി നാളെ ശ്രീനഗറിൽ നേതൃത്വം നൽകും. സംസ്ഥാനത്തും യോഗ ദിനത്തോടനുബന്ധിച്ച് നാളെ വിപുലമായ പരിപാടികൾ. മാനന്തവാടി MLA OR കേളു സംസ്ഥാന മന്ത്രിസഭയിലേക്ക്. പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പിന്റെ ചുമതല അദ്ദേഹത്തിന് നൽകും. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിഷയത്തിൽ നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത, 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് അഫ്ഗാനിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി ജമ്മുകാശ്മീരിൽ എത്തി. ശ്രീനഗറിൽ 1500 കോടി രൂപയുടെ 84 വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി അല്പസമയത്തിനകം തുടക്കം കുറിക്കും. യുവജന ശാക്തീകരണ പരിപാടിയിലും അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. ജമ്മുകാശ്മീരിലെ കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായുള്ള 1800 കോടി രൂപയുടെ പദ്ധതിയും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. 10ാമത് അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിന് പ്രധാനമന്ത്രി നാളെ ശ്രീനഗറിൽ നേതൃത്വം നൽകും. വിപുലമായ ക്രമീകരണങ്ങളാണ് ശ്രീനഗറിലെ ഷേർ-ഇ കശ്മീർ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ പരിപാടിക്കായി ഒരുക്കിയിട്ടുള്ളത്. വിദ്യാർത്ഥികളും സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള നിരവധി പേരും പ്രധാനമന്ത്രിക്കൊപ്പം നാളെ യോഗാഭ്യാസ പരിപാടിയിൽ പങ്കെടുക്കും. യോഗ വ്യക്തിക്കും സമൂഹത്തിനും എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണം സംഘടിപ്പിക്കുന്നത്. മാനന്തവാടി MLA OR കേളു സംസ്ഥാന മന്ത്രിസഭയിലേക്ക്. പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പിന്റെ ചുമതലയായിരിക്കും അദ്ദേഹത്തിന് നൽകുക. നിയുക്ത MP K രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് തീരുമാനം. ശ്രീ K രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന ദേവസ്വം വകുപ്പിന്റെ ചുമതല മന്ത്രി VN വാസവനും പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി MB രാജേഷിനും നൽകിയേക്കും. വയനാട്ടിൽ നിന്നും ശ്രീ OR കേളു സംസ്ഥാന മന്ത്രിസഭയിലേക്ക് എത്തുന്നത് ജില്ലയുടെ ചരിത്രത്തിലെ 4ാമത്തെ മന്ത്രിയായാണ്. ഒരു റിപ്പോർട്ട്. തുടർച്ചയായി 2 തവണ മാനന്തവാടി MLA സ്ഥാനത്തെത്തിയ ശ്രീ OR കേളു CPIM സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണ്. 2016 1307 വോട്ടിന്റെയും 2021 9282 വോട്ടുകളുടെയും ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പട്ടികവർഗ വിഭാഗക്കാരുള്ള വടക്കേ വയനാട്ടിലെ തിരുനെല്ലി പഞ്ചായത്തിൽ നിന്നുമാണ് വകുപ്പ് മന്ത്രി എന്നതും ശ്രദ്ധേയമാണ്. KK രാമചന്ദ്രൻ, MP വീരേന്ദ്രകുമാർ, PK ജയലക്ഷ്മി എന്നിവരാണ് വയനാട് ജില്ലയിൽ നിന്നും മുൻപ് മന്ത്രിസ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത്. ജില്ലയിൽ നിന്നുമുള്ള CPIMന്റെ ആദ്യ മന്ത്രി കൂടിയായി മാറുകയാണ് ശ്രീ OR കേളു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശിക സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്ത് നിന്ന് PC വിഷ്ണുനാഥാണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയത്. സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ 4 ഗഡു വിതരണം ചെയ്തതായി മന്ത്രി KN ബാലഗോപാൽ മറുപടിയായി പറഞ്ഞു. അടുത്ത ഗഡു ഈ മാസം വിതരണം ചെയ്യുമെന്നും ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. ജൈവകൃഷി രീതിയോടൊപ്പം നാച്ചുറൽ ഫാമിംഗ് കൂടി പ്രോത്സാഹിപ്പിക്കുന്നതിന് നടപടികൾ കൈക്കൊള്ളുമെന്ന് മന്ത്രി P പ്രസാദ് രാവിലെ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കുന്നതിനുള്ള വിവിധ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി R ബിന്ദു ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. അനൌദ്യോഗിക ബില്ലുകളും പ്രമേയങ്ങളും സംബന്ധിച്ച കമ്മിറ്റിയുടെ 12ാമത് റിപ്പോർട്ട് ഇന്ന് സഭയിൽ സമർപ്പിച്ചു. 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ ധനാഭ്യർത്ഥനകളിൽ മേലുള്ള ചർച്ചയും വോട്ടെടുപ്പും ഇന്ന് സഭയിൽ നടന്നു. സംസ്ഥാനത്ത് ആയുഷ് വകുപ്പിന്റെയും നാഷണൽ ആയുഷ് മിഷൻ കേരളയുടെയും ആഭിമുഖ്യത്തിൽ നാളെ നടക്കുന്ന അന്താരാഷ്ട്ര യോഗ ദിനാചരണം മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് പരിപാടി. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും യോഗ ദിനത്തോടനുബന്ധിച്ച് നാളെ നിരവധി പരിപാടികൾ നടക്കുന്നുണ്ട്. കേന്ദ്ര ടൂറിസം മന്ത്രാലയം കോവളത്തെ കേരള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജിൽ രാവിലെ സംഘടിപ്പിക്കുന്ന യോഗാഭ്യാസ പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കും. പ്രാദേശിക വാർത്തകളാണ് ഈ കേൾക്കുന്നത്. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തോടനുബന്ധിച്ച് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ പരിപാടികൾ സംഘടിപ്പിച്ചു.
തിരുവനന്തപുരം പേരൂർക്കട കേന്ദ്രീയ വിദ്യാലയത്തിൽ യോഗ വ്യക്തിക്കും സമൂഹത്തിനും എന്ന വിഷയത്തെ ആസ്പദമാക്കി സംഘടിപ്പിച്ച പരിപാടി CBC കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി ഉദ്ഘാടനം ചെയ്തു. CBC തൃശൂർ ഫീൽഡ് ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് വിദ്യാർത്ഥികൾക്കായി നല്ല ഭൂമി നല്ല ആരോഗ്യം എന്ന വിഷയത്തിൽ ചിത്രരചനാ മത്സരവും നടന്നു. അന്താരാഷ്ട്ര യോഗാ ദിനമായ നാളെ തിരുവനന്തപുരം മാർ ഇവാനിയൂസ് കോളേജിലും തൃശൂർ മറ്റം നമ്പഴിക്കാട് പേൾ മൌണ്ട് ഓഡിറ്റോറിയത്തിലും മാനന്തവാടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും കണ്ണൂർ ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലും കോട്ടയം മുത്തോലി ഗ്രാമപഞ്ചായത്ത് ഹാളിലും സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ ആഭിമുഖ്യത്തിൽ യോഗാ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിക്കും. ഓപ്പറേഷൻ ലൈഫിന്റെ ഭാഗമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സംസ്ഥാന വ്യാപകമായി 1993 സ്ഥാപനങ്ങളിൽ പരിശോധനകൾ നടത്തിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ച 90 കടകളുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചതായും മന്ത്രി പറഞ്ഞു. വരും ആഴ്ചകളിലും പരിശോധനകൾ തുടരും. ഹോട്ടൽ, റെസ്റ്റോറന്റ് എന്നിവയ്ക്ക് പുറമെ ഭക്ഷണ നിർമ്മാണവും വിതരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുഴുവൻ സ്ഥാപനങ്ങളെയും പരിശോധനകൾക്ക് വിധേയമാക്കുമെന്നും ശ്രീമതി വീണ ജോർജ് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നേരിട്ടത് കനത്ത തോൽവിയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ജനങ്ങളിൽ ഉണ്ടായ തെറ്റിദ്ധാരണ മാറ്റാൻ പ്രവർത്തിക്കുമെന്നും കൂടുതൽ ജാഗ്രതയോടെ ജനങ്ങളെ സമീപിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സർക്കാരിന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിലും ആനുകൂല്യങ്ങൾ ജനങ്ങളിൽ എത്താത്തതും പരാജയത്തിന് കാരണമായി എന്ന് ശ്രീ MV ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യഹർജി ഡൽഹി റെസ്റ്റ് അവന്യൂ കോടതി വിധി പറയാൻ മാറ്റി. കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വാദം പൂർത്തിയാക്കിയിരുന്നു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. നാളെ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. ഞായറാഴ്ച കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മലയോര മേഖലയിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായും ഒഴിവാക്കണം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കേരള, തമിഴ്നാട് തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. ICC 2020 ലോകകപ്പ് ക്രിക്കറ്റ് സൂപ്പർ 8 മത്സരത്തിൽ ഇന്ത്യ ഇന്ന് അഫ്ഗാനിസ്ഥാനെ നേരിടും. ബ്രിഡ്ജ് ടൌണിൽ രാത്രി 8 മണിക്കാണ് മത്സരം ആരംഭിക്കുക. യുവേഫ യൂറോ കപ്പ് ഫുട്ബോളിൽ സ്ലൊവേനിയ സെർബിയയെ നേരിടുന്നു. അല്പസമയം മുൻപാണ് മത്സരം ആരംഭിച്ചത്. 9:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ ഡെൻമാർക്ക് ഇംഗ്ലണ്ടിനെ നേരിടും. രാത്രി 12:30 സ്പെയിൻ ഇറ്റലി മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 141 പോയിന്റ് നേട്ടത്തിൽ 77,479-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 51 പോയിന്റ് നേട്ടത്തിൽ 23,567-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 20 രൂപ വർദ്ധിച്ച് 6,640 രൂപയും പവന് 160 രൂപ വർദ്ധിച്ച് 53,120 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നാളെ വരെ അവസരമുണ്ടെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2024 ജനുവരി 1-നോ അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് പേര് ചേർക്കാം. ഉടൻ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 50 വാർഡുകൾ ഉൾപ്പെടെ സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലെയും വോട്ടർ പട്ടികയാണ് പുതുക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി ജമ്മുകശ്മീരിൽ എത്തി. ശ്രീനഗറിൽ 1,500 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി അല്പസമയത്തിനകം തുടക്കം കുറിക്കും. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന് പ്രധാനമന്ത്രി നാളെ ശ്രീനഗറിൽ നേതൃത്വം നൽകും. സംസ്ഥാനത്തും യോഗാ ദിനാചരണത്തോടനുബന്ധിച്ച് നാളെ വിപുലമായ പരിപാടികൾ. മാനന്തവാടി MLA OR കേളു സംസ്ഥാന മന്ത്രിസഭയിലേക്ക്. പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പിന്റെ ചുമതല അദ്ദേഹത്തിന് നൽകും. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിഷയത്തിൽ നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് അഫ്ഗാനിസ്ഥാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.